ഓം ശാന്തി 25/10/2025 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, സംഗമയുഗത്തിൽ തന്നെയാണ് നിങ്ങൾ ആത്മാഭിമാനിയായി മാറാനുള്ള പരിശ്രമം ചെയ്യേണ്ടി വരുന്നത്. സത്യയുഗത്തിലോ കലിയുഗത്തിലോ ഈ പരിശ്രമമില്ല. ചോദ്യം: ശ്രീകൃഷ്ണന്റെ പേര് തന്റെ മാതാപിതാക്കളുടെ പേരിനേക്കാൾ കൂടുതൽ പ്രസിദ്ധമാണ്. എന്തുകൊണ്ട്? ഉത്തരം: 1. എന്തുകൊണ്ടെന്നാൽ ശ്രീകൃഷ്ണന് മുൻപ് ആരുടെ ജന്മമുണ്ടായാലും ആ ജന്മം യോഗബലത്തിലൂടെ അല്ല ഉണ്ടാവുന്നത്. കൃഷ്ണന്റെ മാതാപിതാക്കൾ ഒന്നും യോഗബലത്തിലൂടെ അല്ല ജന്മമെടുത്തത്. 2. പൂർണ്ണ കർമാതീതമായ അവസ്ഥയുള്ളവർ രാധയും കൃഷ്ണനും തന്നെയാണ്. അവർ തന്നെയാണ് സദ്ഗതി പ്രാപ്തമാക്കുന്നത്. എപ്പോഴാണോ എല്ലാ പാപാത്മാക്കളും ഇല്ലാതാകുന്നത്, അപ്പോൾ പവിത്രമായ പുതിയ ലോകത്തിൽ ശ്രീകൃഷ്ണൻ ജന്മമെടുക്കും. അതിനെ തന്നെയാണ് വൈകുണ്ഠം എന്ന് പറയുന്നത്. 3. സംഗമയുഗത്തിൽ ശ്രീകൃഷ്ണന്റെ ആത്മാവ് ഏറ്റവും അധികം പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കൃഷ്ണന്റെ പേര് പ്രസിദ്ധമായത്. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾക്ക് ആത്മീയ അച്ഛനിരുന്ന് മനസ്സിലാക്കി തരുന്നു. 5000 വർഷത്തിന് ശേഷം ഒരു തവണ മാത്രമേ കുട്ടികളെ വന്ന് പഠിപ്പിക്കുന്നുള്ളൂ. വിളിക്കുന്നുണ്ട്, ഞങ്ങൾ പതീതരെ വന്ന് പാവനമാക്കി മാറ്റൂ. അതിനാൽ തെളിയുന്നു ഇത് പതീതമായ ലോകമാണെന്ന്. പുതിയ ലോകം, പാവനമായ ലോകം ഉണ്ടായിരുന്നു. പുതിയ കെട്ടിടത്തിന് ഭംഗിയുണ്ടാകും. പഴയത് പൊട്ടിയതും പൊളിഞ്ഞതുമായിരിക്കും. മഴയത്ത് വീണുപോകും. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾക്കറിയാം, ബാബ വന്നിരിക്കുകയാണ് പുതിയ ലോകമുണ്ടാക്കാൻ. ഇപ്പോൾ പഠിപ്പിക്കുകയാണ്. പിന്നീട് 5000 വർഷത്തിന് ശേഷം പഠിപ്പിക്കും. ഇങ്ങനെ ഒരിക്കലും ഒരു സാധു സന്യാസിമാരും തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കില്ല. അവർക്കിത് അറിയുകയേയില്ല. കളിയെക്കുറിച്ചും അറിയില്ല. എന്തുകൊണ്ടെന്നാൽ നിവൃത്തി മാർഗത്തിലുള്ളവരാണ്. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. ആത്മാഭിമാനിയാകുന്നതിൽ തന്നെയാണ് കുട്ടികൾക്ക് പരിശ്രമമുള്ളത്. എന്തുകൊണ്ടെന്നാൽ പകുതി കൽപ്പത്തിൽ നിങ്ങൾ ഒരിക്കലും ആത്മാഭിമാനിയായി മാറിയിട്ടില്ല. ഇപ്പോൾ ബാബ പറയുന്നു, സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കൂ. ആത്മാവ് തന്നെയാണ് പരമാത്മാവും. ഇങ്ങനെയല്ല. അല്ല, സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കി പരംപിത പരമാത്മാ ശിവനെ ഓർമ്മിക്കണം. മുഖ്യമായത് ഓർമ്മയുടെ യാത്രയാണ്. ഏതിലൂടെയാണോ നിങ്ങൾ പതീതത്തിൽ നിന്ന് പാവനമായി മാറുന്നത്. ഇതിലൊരു സ്ഥൂലമായ കാര്യവുമില്ല. മൂക്കും ചെവിയും ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ല. ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കൂ എന്നതാണ് മുഖ്യമായ കാര്യം. നിങ്ങൾ പകുതി കൽപ്പം മുതലേ ദേഹാഭിമാനത്തിന്റെ പിടിയിലാണ്. ആദ്യം സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കുമ്പോഴേ ബാബയെ ഓർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. ഭക്തിമാർഗത്തിലും ബാബ ബാബ എന്ന് പറഞ്ഞുകൊണ്ടേ വന്നു. കുട്ടികൾക്കറിയാം, സത്യുഗത്തിൽ ഒരേ ഒരു ലൗകിക അച്ഛനേ ഉള്ളൂ. അവിടെ പാരലൗകിക ബാബയെ ഓർമ്മിക്കാറില്ല. എന്തുകൊണ്ടെന്നാൽ സുഖമാണ്. ഭക്തിമാർഗത്തിൽ പിന്നീട് 2 അച്ഛന്മാരാകുന്നു, ലൗകികവും പാരലൗകികവും. ദുഃഖത്തിലെല്ലാവരും പാരലൗകിക പിതാവിനെയാണ് ഓർമ്മിക്കുന്നത്. സത്യുഗത്തിൽ ഭക്തി ഉണ്ടാകുന്നില്ല. അവിടെയാണെങ്കിൽ ജ്ഞാനത്തിന്റെ പ്രാപ്തിയാണ് ഉള്ളത്. ജ്ഞാനമുണ്ടാകുകയുമില്ല. ഈ സമയത്തെ ജ്ഞാനത്തിന്റെ പ്രാപ്തിയാണ് ലഭിക്കുന്നത്. ബാബയാണെങ്കിൽ ഒരു തവണ മാത്രമാണ് വരുന്നത്. പകുതി കൽപ്പം പരിധിയില്ലാത്ത അച്ഛന്റെ സുഖത്തിന്റെ സമ്പത്താണ് ഉള്ളത്. പിന്നീട് ലൗകിക അച്ഛനിൽ നിന്നും അല്പകാലത്തെ സമ്പത്ത് ലഭിക്കുന്നു. ഇത് മനുഷ്യർക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കില്ല. ഇതാണ് പുതിയ കാര്യം. 5000 വർഷത്തിൽ സംഗമയുഗത്തിൽ
ഒരു തവണയാണ് ബാബ വരുന്നത്. എപ്പോഴാണോ കലിയുഗത്തിന്റെ അവസാനവും സത്യയുഗ ആദിയിലെ സംഗമവും ഉണ്ടാകുന്നത്, അപ്പോഴാണ് ബാബ വരുന്നത്. പുതിയ ലോകം വീണ്ടും സ്ഥാപിക്കാൻ. പുതിയ ലോകത്തിൽ ഈ ലക്ഷ്മി നാരായണന്റെ രാജ്യമായിരുന്നു. പിന്നീട് ത്രേതായുഗത്തിൽ രാമരാജ്യമായിരുന്നു. പിന്നീട് ദേവതകളുടെ ഇത്രയും ചിത്രം ഉണ്ടാക്കിയിട്ടുള്ളതെല്ലാം ഭക്തിമാർഗത്തിലെ സാമഗ്രികളാണ്. ബാബ പറയുന്നു, ഇവയെല്ലാം മറക്കൂ. ഇപ്പോൾ തന്റെ വീടിനെയും പുതിയ ലോകത്തെയും ഓർമ്മിക്കൂ. ജ്ഞാനമാർഗമാണ് വിവേകത്തിന്റെ മാർഗം. അതിലൂടെ നിങ്ങൾ 21 ജന്മത്തേക്ക് വിവേകശാലികളായി മാറുന്നു. ഒരു ദുഃഖവും ഉണ്ടാകുന്നില്ല. സത്യുഗത്തിൽ ഒരിക്കലും ആരും ഇങ്ങനെ പറയില്ല, നമുക്ക് ശാന്തി വേണമെന്ന്. പറയാറില്ലേ, യാചിക്കുന്നതിനേക്കാളും മരിക്കുന്നതാണ് ഭേദം എന്ന്. ബാബ നിങ്ങളെ അങ്ങനെയുള്ള ധനവാനാക്കി മാറ്റുകയാണ്. പിന്നെ ദേവതകൾക്ക് ഭഗവാനിൽ നിന്ന് ഒരു വസ്തുവും യാചിക്കേണ്ട ആവശ്യമുണ്ടാകുന്നില്ല. ഇവിടെയാണെങ്കിൽ ആശീർവാദങ്ങൾ യാചിക്കുകയാണല്ലോ. പോപ്പ് മുതലായവർ വരുമ്പോൾ എത്ര പേരാണ് ആശീർവാദം വാങ്ങാൻ പോകുന്നത്? പോപ്പ് എത്ര പേരുടെ വിവാഹങ്ങളാണ് നടത്തിക്കൊടുക്കുന്നത്? ബാബയാണെങ്കിൽ ഇത് ചെയ്യുന്നില്ല. ഭക്തിമാർഗത്തിൽ എന്തെല്ലാം കഴിഞ്ഞുപോയിട്ടുണ്ടോ അതിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് വീണ്ടും ആവർത്തിക്കും. ദിവസം തോറും ഭാരതം എത്രയാണ് അധപ്പതിച്ചുകൊണ്ടു പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ സംഗമ യുഗത്തിലാണ്. ബാക്കി എല്ലാവരും കലിയുഗത്തിലെ മനുഷ്യരാണ്. ഏതുവരെ ഇവിടേക്ക് വരുന്നില്ലയോ അതുവരെ ഒന്നും മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇപ്പോൾ സംഗമമാണോ അതോ കലിയുഗമാണോ എന്ന് ഒരു വീട്ടിലെ കുട്ടികൾ തന്നെ മനസ്സിലാക്കുന്നു സംഗമത്തിലാണെന്ന്. അച്ഛൻ പറയും നമ്മൾ കലിയുഗത്തിലാണെന്ന്. അപ്പോൾ എത്ര ബുദ്ധിമുട്ടാണ് ഉണ്ടാവുന്നത്. കഴിക്കുന്നതിന്റെയും കുടിക്കുന്നതിന്റെയും ബുദ്ധിമുട്ടുണ്ടാകുന്നു. നിങ്ങൾ സംഗമയുഗികളാണ്. പവിത്ര ഭോജനം കഴിക്കുന്നവരാണ്. ദേവതകൾ ഒരിക്കലും ഉള്ളി മുതലായവയൊന്നും കഴിക്കില്ലല്ലോ. ഈ ദേവതകളെ പറയുന്നത് തന്നെ നിർവികാരികൾ എന്നാണ്. ഭക്തിമാർഗത്തിൽ എല്ലാം തമോപ്രധാനമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, സതോ പ്രധാനമായി മാറൂ. ആത്മാവ് മുൻപ് സതോ പ്രധാനമായിരുന്നു, പിന്നീട് തമോ പ്രധാനമായി മാറിയതാണ് എന്നാരും മനസ്സിലാക്കുന്നവർ ഇല്ല. എന്തുകൊണ്ടെന്നാൽ അവർ ആത്മാവിനെ നിർലേപമെന്ന് മനസ്സിലാക്കുന്നു. ആത്മാവ് തന്നെയാണ് പരമാത്മാവ്. അങ്ങനെയൊക്കെ പറയുന്നു. ബാബ പറയുന്നു, ജ്ഞാനത്തിന്റെ സാഗരൻ ഞാൻ തന്നെയാണ്. ആരാണോ ഈ ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവർ അവരെല്ലാവരും വന്ന് വീണ്ടും തന്റെ സമ്പത്ത് എടുക്കും. ഇപ്പോൾ തൈകൾ നടുകയാണ്. നിങ്ങൾ മനസ്സിലാക്കും, ഇവർ ഇത്ര ഉയർന്ന പദവി പ്രാപ്തമാക്കുന്നതിന് യോഗ്യരല്ലെന്ന്. വീട്ടിൽ പോയി വിവാഹമെല്ലാം നടത്തി മോശമായി മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ മനസ്സിലാക്കാം ഉയർന്ന പദവി പ്രാപ്തമാക്കാൻ സാധ്യമല്ല എന്ന്. ഇത് രാജധാനി സ്ഥാപിക്കപ്പെടുകയാണ്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ രാജാക്കന്മാരുടെയും രാജാവാക്കി മാറ്റുകയാണ്. അതിനാൽ തീർച്ചയായും പ്രജയുണ്ടാക്കണം. ഇല്ലെങ്കിൽ രാജ്യം എങ്ങനെ പ്രാപ്തമാക്കും? ഇത് ഗീതയിലെ വാക്കുകളാണല്ലോ. ഇതിനെ പറയുന്നത് തന്നെ ഗീതയുടെ യുഗമെന്നാണ്. നിങ്ങൾ രാജയോഗം പഠിക്കുകയാണ്. അറിയാം, ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിന്റെ അടിത്തറ ഇടുകയാണ്. സൂര്യവംശി ചന്ദ്രവംശി 2 രാജ്യത്തിന്റെയും സ്ഥാപന നടക്കുകയാണ്. ബ്രാഹ്മണകുലം സ്ഥാപിച്ചു കഴിഞ്ഞു. ബ്രാഹ്മണർ തന്നെയാണ് പിന്നീട് സൂര്യവംശികളും ചന്ദ്രവംശികളുമായി മാറുന്നത്. ആരാണോ നല്ല രീതിയിൽ പരിശ്രമിക്കുന്നത് അവർ സൂര്യവംശികളായി മാറും. ബാക്കി ധർമ്മത്തിലുള്ളവർ ആരെല്ലാമാണോ വരുന്നത് അവർ തന്റെ ധർമ്മം സ്ഥാപിക്കാനാണ് വരുന്നത്. പിറകിൽ ആ ധർമ്മത്തിന്റെ ആത്മാക്കൾ വന്നുകൊണ്ടേയിരിക്കും. ധർമ്മത്തിന്റെ അഭിവൃദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. മനസ്സിലാക്കൂ, ക്രിസ്ത്യാനിയാണെങ്കിൽ അവരുടെ ബീജരൂപം ക്രിസ്തുവായിരിക്കും.
നിങ്ങളുടെ ബീജരൂപം ആരാണ്? ബാബ. എന്തുകൊണ്ടെന്നാൽ ബാബ തന്നെയാണ് ബ്രഹ്മാവിലൂടെ സ്വർഗം സ്ഥാപിക്കുന്നത്. ബ്രഹ്മാവിനെ തന്നെയാണ് പ്രജാപിതാവെന്ന് പറയുന്നത്, രചയിതാവെന്ന് പറയില്ല. ഈ ബ്രഹ്മാവിലൂടെയാണ് കുട്ടികളെ ദത്തെടുക്കുന്നത്. ബ്രഹ്മാവിനെയും രചിക്കുകയാണല്ലോ. ബാബ വന്ന് പ്രവേശിച്ച് ബ്രഹ്മാവിനെ രചിക്കുന്നു. ശിവബാബ പറയുന്നു, നിങ്ങൾ എന്റെ കുട്ടികളാണെന്ന്. ബ്രഹ്മാവും പറയുകയാണ്, ഞാൻ നിങ്ങളുടെ സാകാരി കുട്ടിയാണെന്ന്. ഇപ്പോൾ നിങ്ങൾ കറുത്തവരും പതീതരുമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും ബ്രാഹ്മണരായി മാറിയിരിക്കുകയാണ്. ഈ സംഗമയുഗത്തിൽ തന്നെയാണ് നിങ്ങൾ പുരുഷോത്തമ ദേവീ ദേവതയാകാനുള്ള പരിശ്രമം ചെയ്യുന്നത്. ദേവതകൾക്കും ശൂദ്രന്മാർക്കും ഒരു പരിശ്രമവും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബ്രാഹ്മണർക്ക് ദേവതയാവാൻ വേണ്ടി പരിശ്രമിക്കേണ്ടി വരുന്നു. ബാബ വരുന്നത് തന്നെ സംഗമത്തിലാണ്. ഇത് വളരെ ചെറിയ ഒരു യുഗമാണ്. അതുകൊണ്ടിതിനെ ലീപ്പ് യുഗമെന്ന് പറയുന്നു. ഈ സംഗമയുഗത്തെക്കുറിച്ച് ആർക്കും ഒന്നും അറിയില്ല. ബാബയ്ക്കും പരിശ്രമിക്കേണ്ടി വരുന്നു. പെട്ടെന്ന് തന്നെ പുതിയ ലോകമുണ്ടാകുന്നു. അങ്ങനെയല്ല. നിങ്ങൾക്ക് ദേവതകളായി മാറാൻ സമയമെടുക്കുന്നു. ആരാണോ നല്ല കർമ്മം ചെയ്യുന്നത് അവർ നല്ല കുലത്തിൽ പോയി ജന്മമെടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് പവിത്രമായി മാറുകയാണ്. ആത്മാവ് തന്നെയാണ് ആയി മാറുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ആത്മാവ് നല്ല കർമ്മം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മാവ് തന്നെയാണ് നല്ലത് അഥവാ മോശം സംസ്കാരം കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നിങ്ങൾ പൂക്കളായി മാറി നല്ല കുടുംബത്തിൽ ജന്മമെടുത്തുകൊണ്ടേയിരിക്കും. ഇവിടെ ആരാണോ നല്ല പുരുഷാർത്ഥം ചെയ്യുന്നത് അവർ തീർച്ചയായും നല്ല കുടുംബത്തിൽ ജന്മമെടുക്കും. നമ്പർ വൈസ് ആണല്ലോ. എങ്ങനെയുള്ള കർമ്മമാണോ ചെയ്യുന്നത് അങ്ങനെയുള്ള ജന്മമെടുക്കുന്നു. എപ്പോഴാണോ മോശമായ കർമ്മം ചെയ്യുന്നവർ തീർത്തും ഇല്ലാതാകുന്നത് പിന്നീടാണ് സ്വർഗത്തിന്റെ സ്ഥാപന ഉണ്ടാകുന്നത്. തരംതിരിച്ച ശേഷം എന്തെല്ലാം തമോപ്രധാനമായിട്ടുണ്ടോ അവയെല്ലാം അവസാനിക്കുന്നു. പിന്നീട് പുതിയ ദേവതകളുടെ വരവ് തുടങ്ങുന്നു. എപ്പോഴാണോ ഭ്രഷ്ടാചാരമെല്ലാം ഇല്ലാതാകുന്നത് അപ്പോഴാണ് കൃഷ്ണന്റെ ജന്മമുണ്ടാകുന്നത്. അതുവരെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. എപ്പോഴാണോ ഒരു അപവിത്രമായവരും ഇല്ലാതാകുന്നത് അതുവരെ നിങ്ങൾ വന്ന് പോയി ഇരിക്കും. കൃഷ്ണനെ സ്വീകരിക്കാനുള്ള മാതാപിതാക്കൾ നേരത്തെ തന്നെ ഉണ്ടാവണമല്ലോ. പിന്നീട് എല്ലാവരും സുഖമായിരിക്കും. ബാക്കി എല്ലാവരും പോകും. അപ്പോൾ മാത്രമേ അതിനെ സ്വർഗമെന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ കൃഷ്ണനെ സ്വീകരിക്കുന്നവരായിരിക്കും. ഒരു പക്ഷേ നിങ്ങളുടെ മോശമായ ജന്മമായിരിക്കും. എന്തുകൊണ്ടെന്നാൽ രാവണ രാജ്യമല്ലേ. ശുദ്ധമായ ജന്മമായിരിക്കാൻ സാധിക്കില്ല. പവിത്രമായ ജന്മം ആദ്യമാദ്യം കൃഷ്ണന്റെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക. അതിനുശേഷമാണ് പുതിയ ലോകമായ വൈകുണ്ഠം എന്ന് പറയാൻ സാധിക്കുന്നത്. ശ്രീകൃഷ്ണൻ തീർത്തും പാവനമായ ലോകത്തിലാണ് വരിക. രാവണ സമ്പ്രദായം തികച്ചും ഇല്ലാതാകും. ശ്രീകൃഷ്ണന്റെ പേര് തന്റെ മാതാപിതാക്കളുടെ പേരിനേക്കാളും കൂടുതൽ പ്രസിദ്ധമാണ്. ശ്രീകൃഷ്ണന്റെ മാതാപിതാക്കളുടെ പേര് അത്രയും പ്രസിദ്ധമല്ല. കൃഷ്ണന് മുൻപ് ജന്മമെടുത്തവരെ യോഗബലത്തിലൂടെയുള്ള ജന്മമെടുത്തവരെന്ന് പറയില്ല. കൃഷ്ണന്റെ മാതാപിതാക്കൾ യോഗബലത്തിലൂടെയാണ് ജന്മമെടുത്തത് എന്നതുമല്ല. ഇല്ല. അഥവാ അങ്ങനെയാണെങ്കിൽ അവരുടെയും പേര് പ്രശസ്തമാകുമായിരുന്നു. അതിനാൽ തെളിയുന്നു അവരുടെ മാതാപിതാക്കൾ അത്രയും പുരുഷാർത്ഥം ചെയ്തിട്ടില്ല. എത്രത്തോളമാണോ കൃഷ്ണൻ ചെയ്തിട്ടുള്ളത്. ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ടു പോകുന്തോറും നിങ്ങൾ മനസ്സിലാക്കും. പൂർണ്ണ കർമാതീത അവസ്ഥയുള്ളവർ ഈ രാധയും കൃഷ്ണനും തന്നെയാണ്. അവർ തന്നെയാണ് സദ്ഗതിയിലേക്ക് വരുന്നത്. എപ്പോഴാണോ പാപാത്മാക്കളെല്ലാം ഇല്ലാതാകുന്നത് അപ്പോഴാണ് അവരുടെ ജന്മമുണ്ടാകുന്നത്. പിന്നീട് പറയും
പാവനമായ ലോകം. അതുകൊണ്ടാണ് കൃഷ്ണന്റെ പേരിന് പ്രശസ്തി ഉള്ളത്. മാതാപിതാക്കൾക്ക് ഇത്രയുമില്ല. മുന്നോട്ടു പോകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാക്ഷാത്കാരമുണ്ടാകും. സമയമുണ്ടല്ലോ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കും. നമ്മൾ ഇങ്ങനെയായി മാറാനാണ് പഠിക്കുന്നത്. വിശ്വത്തിൽ ഇവരുടെ രാജ്യം ഇപ്പോൾ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടിയാണെങ്കിൽ പുതിയ ലോകം വേണം. ഇപ്പോൾ നിങ്ങളെ ദൈവിക സമ്പ്രദായത്തിലുള്ളവരെന്ന് പറയില്ല. നിങ്ങളാണ് ബ്രാഹ്മണ സമ്പ്രദായത്തിലുള്ളവർ. ദേവതകളായി മാറുന്നവരാണ്. ദൈവിക സമ്പ്രദായത്തിലുള്ളവരായി മാറിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങളുടെ ആത്മാവും ശരീരവും രണ്ടും സ്വച്ഛമായിരിക്കും. ഇപ്പോൾ നിങ്ങൾ സംഗമയുഗി പുരുഷോത്തമരായി മാറാൻ പോകുന്നവരാണ്. ഇതെല്ലാം പരിശ്രമത്തിന്റെ കാര്യമാണ്. ഓർമ്മയിലൂടെ വികർമ്മങ്ങളെ ജയിച്ചവരായി മാറണം. നിങ്ങൾ സ്വയം പറയുന്നു, ഓർമ്മ ഇടയ്ക്കിടയ്ക്ക് മറന്നുപോകുന്നു. ബാബ പിക്നിക്കിലിരിക്കുമ്പോൾ ബാബയ്ക്ക് ചിന്ത വരുന്നു, നമ്മൾ ഓർമ്മയിലിരിക്കുന്നില്ല എങ്കിൽ ബാബ എന്തു പറയും? അതുകൊണ്ട് ബാബ പറയുന്നു, നിങ്ങൾ ഓർമ്മയിലിരുന്ന് പിക്നിക്ക് ചെയ്യൂ. കർമ്മം ചെയ്തുകൊണ്ടും പ്രിയതമനെ ഓർമ്മിക്കൂ. എന്നാൽ വികർമ്മങ്ങൾ വിനാശമാകും. ഇതിൽ തന്നെയാണ് പരിശ്രമമുള്ളത്. ഓർമ്മയിലൂടെയാണ് ആത്മാവ് പവിത്രമായി മാറുന്നത്. അവിനാശിയായ ധനവും ശേഖരിക്കപ്പെടും. പിന്നീട് അഥവാ അപവിത്രമായി മാറുകയാണെങ്കിൽ മുഴുവൻ ജ്ഞാനവും ഒഴുകിപ്പോകുന്നു. മുഖ്യമായത് പവിത്രതയാണ്. ബാബയാണെങ്കിൽ നല്ല നല്ല കാര്യങ്ങൾ തന്നെയാണ് മനസ്സിലാക്കി തരുന്നത്. ഈ സൃഷ്ടിയുടെ ആദിമധ്യ അന്ത്യത്തിന്റെ ജ്ഞാനം വേറെ ആരിലുമില്ല. വേറെ ഏതെല്ലാം സത്സംഗങ്ങളുണ്ടോ അതെല്ലാം ഭക്തി മാർഗത്തിന്റേതാണ്. ബാബ മനസ്സിലാക്കി തരുന്നു, ഭക്തി വാസ്തവത്തിൽ പ്രവൃത്തി മാർഗത്തിലുള്ളവർക്ക് തന്നെയാണ് ചെയ്യേണ്ടത്. നിങ്ങളിലാണെങ്കിൽ എത്ര ശക്തിയാണുള്ളത്. വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് സുഖം ലഭിക്കുന്നു. സർവശക്തിവാനായ ബാബയിൽ നിന്ന് നിങ്ങൾ ഇത്രയും ശക്തി എടുക്കുന്നു. സന്യാസിമാരിലും ആദ്യം ശക്തിയുണ്ടായിരുന്നു. കാടുകളിൽ വസിക്കുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ എത്ര വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയാണ് കഴിയുന്നത്. ഇപ്പോൾ ആ ശക്തി ഇല്ല. ഏതുപോലെയാണോ നിങ്ങളിലും ആദ്യം സുഖത്തിന്റെ ശക്തി ഉണ്ടാകുന്നത്, പിന്നീട് അപ്രത്യക്ഷമാകുന്നു. അവരിലും ആദ്യം ശാന്തിയുടെ ശക്തി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ ശക്തിയില്ല. മുൻപെല്ലാം സത്യം പറയുമായിരുന്നു, രചയിതാവിനെയും രചനയെയും നമ്മൾക്കറിയില്ല എന്ന്. ഇപ്പോഴാണെങ്കിൽ സ്വയത്തെ ഭഗവാൻ ശിവോഹം എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത്. ബാബ മനസ്സിലാക്കി തരുന്നു, ഈ സമയം മുഴുവൻ വൃക്ഷവും ജീർണിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സന്യാസിമാരെയും ഉദ്ധരിക്കാനാണ് ഞാൻ വരുന്നത്. ഈ ലോകം തന്നെ മാറണം. എല്ലാ ആത്മാക്കളും തിരിച്ചു പോകും. ഒരാളു പോലുമില്ല നമ്മുടെ ആത്മാവിൽ അവിനാശിയായ പാർട്ട് അടങ്ങിയിട്ടുണ്ടെന്നും വീണ്ടും ആവർത്തിക്കുമെന്നും അറിയുന്നവർ. ആത്മാവിത്രയും ചെറുതാണ്. ഇതിലൊരിക്കലും വിനാശിയാകാത്ത അവിനാശിയായ പാർട്ട് അടങ്ങിയിട്ടുണ്ട്. ഇതിൽ ബുദ്ധി വളരെ നല്ലതും പവിത്രമായതും വേണം. അത് അപ്പോഴേ നടക്കൂ എപ്പോഴാണോ ഓർമ്മയുടെ യാത്രയിൽ മുഴുകിയിരിക്കുന്നത്. പരിശ്രമമില്ലാതെ പദവി ലഭിക്കുകയില്ലല്ലോ. അതുകൊണ്ടാണ് പാടാറുള്ളത്, കയറിയാൽ വൈകുണ്ഠം വരെ കയറാം. എവിടെ കിടക്കുന്നു ഉയർന്നതിലും ഉയർന്ന രാജാക്കന്മാരുടെയും രാജാവും ഇരട്ട കിരീടധാരികളും? എവിടെ കിടക്കുന്നു പ്രജകൾ? പഠിപ്പിക്കുന്നത് ഒരു ബാബ തന്നെയാണ്. ഇതിൽ വളരെ നല്ല വിവേകം വേണം. ബാബ വീണ്ടും വീണ്ടും മനസ്സിലാക്കി തരികയാണ്, മുഖ്യമായത് ഓർമ്മയുടെ യാത്രയാണ്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് വിശ്വത്തിന്റെ അധികാരിയാക്കി മാറ്റുന്നു. അപ്പോൾ ടീച്ചർ ഗുരുവുമായിരിക്കും. ബാബയാണെങ്കിൽ തന്നെ ടീച്ചർമാരുടെയും ടീച്ചർ, അച്ഛന്മാരുടെയും അച്ഛനുമാണ്. ഇത് നിങ്ങൾ കുട്ടികൾക്കറിയാം. ബാബ നമ്മുടെ വളരെ സ്നേഹിയാണ് എന്ന്. അങ്ങനെയുള്ള ബാബയെ ഒരുപാട് ഓർമ്മിക്കണം. പൂർണമായും പഠിക്കണം.
ബാബയെ ഓർമ്മിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പാപങ്ങൾ നശിക്കില്ല. ബാബ എല്ലാ ആത്മാക്കളെയും കൂടെ കൊണ്ടുപോകും. ബാക്കി ശരീരങ്ങളെല്ലാം ഇല്ലാതാകും. ആത്മാക്കളെല്ലാം അവനവന്റെ ധർമ്മത്തിന്റെ സെക്ഷനിൽ ചെന്നു വസിക്കുന്നു. ശരി, വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ബുദ്ധിയെ പവിത്രമാക്കി മാറ്റുന്നതിനു വേണ്ടി ഓർമ്മയുടെ യാത്രയിൽ മുഴുകിയിരിക്കണം. കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും ഒരു പ്രിയതമന്റെ ഓർമ്മ ഉണ്ടായിരിക്കണം. 2. ഈ ചെറിയ യുഗത്തിൽ മനുഷ്യനിൽ നിന്ന് ദേവതയാകുന്നതിനു വേണ്ടിയുള്ള പരിശ്രമം ചെയ്യണം. നല്ല കർമ്മങ്ങൾക്കനുസരിച്ച് നല്ല സംസ്കാരങ്ങൾ ധാരണ ചെയ്ത് നല്ല കുലത്തിലേക്ക് പോകണം. വരദാനം: തന്റെ ആത്മീയ ലൈറ്റിലൂടെ വായുമണ്ഡലത്തെ പരിവർത്തനപ്പെടുത്തുന്ന സേവനം ചെയ്യുന്ന സഹജ സഫലതാമൂർത്തിയായി ഭവിക്കട്ടെ. സാകാര സൃഷ്ടിയിൽ ഏത് നിറമുള്ള ലൈറ്റ് കത്തിച്ചാലും അതേ വായുമണ്ഡലം സൃഷ്ടിക്കപ്പെടുന്നു. പച്ച ലൈറ്റ് ആണെങ്കിൽ ചുറ്റുപാടും അതേ ലൈറ്റ് തന്നെ പരക്കുന്നു. ചുവപ്പ് ലൈറ്റ് ഇട്ടാൽ ഓർമ്മിക്കാനുള്ള വായുമണ്ഡലം ഉണ്ടാകുന്നു. സ്ഥൂലമായ ലൈറ്റ് വായുമണ്ഡലത്തെ പരിവർത്തനപ്പെടുത്തുമെങ്കിൽ താങ്കൾ ലൈറ്റ് ഹൌസും പവിത്രതയുടെ ലൈറ്റും സുഖത്തിന്റെ ലൈറ്റും കൊണ്ട് വായുമണ്ഡലത്തെ പരിവർത്തനപ്പെടുത്തുന്നതിന്റെ സേവനം ചെയ്യൂ. എങ്കിൽ സഫലതാമൂർത്തിയായി മാറും. സ്ഥൂലമായ പ്രകാശം കണ്ണുകൾ കൊണ്ട് കാണാം. ആത്മീയ പ്രകാശം അനുഭവം കൊണ്ട് അറിയാം. സ്ലോഗൻ: വ്യർത്ഥ കാര്യങ്ങളിൽ സമയവും സങ്കല്പവും നഷ്ടപ്പെടുത്തുക ഇതും അപവിത്രതയാണ്. അവ്യക്ത സൂചന: സ്വയത്തെയും സർവരെയും പ്രതി മനസ്സായിലൂടെ യോഗത്തിന്റെ ശക്തികളെ പ്രയോഗിക്കൂ. ഏത് ഘടനാവും കുറച്ചു ചിലവാക്കി കൂടുതൽ പ്രാപ്തിയെടുക്കുക. ഇത് തന്നെയാണ് യോഗത്തിന്റെ പ്രയോഗം. പ്രയത്നം കുറവും സഫലത കൂടുതലും. ഈ വിധിയിലൂടെ പ്രയോഗം ചെയ്യൂ. സമയവും സങ്കല്പവും ശ്രേഷ്ഠ ഖജനാവാണ്. അതിനാൽ സങ്കല്പം ഏറ്റവും ചുരുക്കി ചെലവാക്കിയാലും പ്രാപ്തി കൂടുതലായിരിക്കും. ഒരു സാധാരണ വ്യക്തി 2-4 മിനിറ്റ് സങ്കല്പമെടുത്തതിനു ശേഷം ചിന്തിച്ചതിനു ശേഷം സഫലത അഥവാ പ്രാപ്തി നേടുന്നുവെങ്കിൽ താങ്കൾക്ക് 1-2 സെക്കൻഡിൽ ചെയ്യാൻ സാധിക്കുന്നു. ഇതിനെയാണ് പറയുന്നത് ചിലവ് കുറച്ചും പ്രാപ്തി കൂടുതലും. ചിലവ് കുറച്ചു ചെയ്യൂ, എന്നാലും പ്രാപ്തി 100 ഇരട്ടിയായിരിക്കും. ഇതിലൂടെ സമയത്തിന്റെയും സങ്കല്പത്തിന്റെയും മിച്ചം വെച്ചത് മറ്റുള്ളവരുടെ സേവനത്തിന് ഉപയോഗിക്കാൻ കഴിയും. ദാനപുണ്യം ചെയ്യാൻ കഴിയും. ഇത് തന്നെയാണ് യോഗത്തിന്റെ പ്രയോഗം. ഓം ശാന്തി.